വോട്ടെണ്ണൽ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. നമ്മുടെ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വോട്ടെണ്ണലിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അറിയില്ല, അതിനുള്ള സാഹചര്യവുമില്ല. വോട്ടെണ്ണൽ എന്നത് വലിയ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ്. ഓരോ നിയോജക മണ്ഡലത്തിലും നൂറുകണക്കിന് ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ കഠിന അധ്വാനം ഇതിന് പിന്നിലുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വലിയ സുരക്ഷാ സംവിധാനത്തിലാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്. നടപടിക്രമങ്ങളെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ് മെഷീൻ എന്ന പോലെ തന്നെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന റൂമുകളിലും നിരവധി പൂട്ടുകളിട്ട് പൂട്ടി സീൽ ചെയ്യുകയും ഡോറുകൾ പുറത്ത് പലക തറച്ച് കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. CCTV ക്യാമറയും ആയുധമേന്തി കേന്ദ്രസേനയും കാവൽ നിൽക്കുന്നു. വോട്ടെണ്ണുന്ന ദിവസം പുലർകാലം 4 മണിയോടുകൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ എത്തി നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. 5:30 മണിയോടുകൂടി കേന്ദ്ര നിരീക്ഷകരും ROയും മറ്റുദ്യോഗസ്ഥരും ചേർന്ന് ക്യാമറ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂമിൻ്റെ സീലുകൾ നീക്കം ചെയ്ത് റൂം തുറന്ന് വോട്ടിംഗ് മെഷീനുകൾ വച്ചിരിക്കുന്ന റൂമുകൾ പരിശോധിക്കുന്നു. തുടർന്ന് ROയുടെ നേതൃത്വത്തിൽ സത്യവാചകം ചൊല്ലുന്നു. 8 മണിയോടെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുന്നു. 8:30 പ്രത്യേകം തയ്യാറാക്കിയ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടിംഗ് മെഷീനുകൾ ഇതിനായി നിയോഗിക്കപ്പെട്ട ജീവനക്കാർ എത്തിക്കുന്നു. വോട്ടെണ്ണലിനായി പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ബോക്സിൽ നിന്നും സീൽ പൊട്ടിച്ച് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുക്കുന്നു. വിവിധ ഘട്ടങ്ങളിലെ പരിശോധനകളും ബോധ്യപ്പെടുത്തലുകളും കഴിഞ്ഞ് വോട്ട് എണ്ണി തുടങ്ങും. ഇങ്ങനെ വിവിധ ടാബുകളിലായി എണ്ണൽ പൂർത്തിയാക്കി ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് രേഖപ്പെടുത്തി ROയെ ഏൽപ്പിക്കുന്നു. ടാബുലേഷൻ വർക്കുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച സ്ഥാനാർത്ഥിയെ വിജയിയായി RO പ്രഖ്യാപിക്കും. തുടർന്ന് വിജയിക്കുള്ള സർട്ടിഫിക്കറ്റും നൽകുന്നു. ഇതോടെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുന്നു.